ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഓസ്ട്രേലിയയിലുള്ള മൗണ്ട് ബുള്ളർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ് സ്നോ കാണാനായിട്ട്. ഇത് വിക്ടോറിയ സ്റ്റേറ്റിലാണ്. അപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ റോഡ് ട്രിപ്പൊക്കെ പോകുമ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ അതിന് വേണ്ടി അടുത്ത് കണ്ട ഒരു ബേക്കറിയിൽ കയറി. അപ്പോൾ ഇവിടെ ഒരുപാട് അവരുടെ പ്രൊഡക്ട്സ് ഇരിക്കുന്നുണ്ട്, ഹോം മെയ്ഡ് പോലത്തെ ചോക്ലേറ്റ്സും വൈനും പിന്നെ അങ്ങനെ കുറേ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് കണ്ടു. പിന്നെ ഇത് കണ്ടോ, കുറേ സ്റ്റഫ്ഡ് അനിമൽസിൻ്റെ ഇതൊക്കെ വെച്ചേക്കുന്നുണ്ട്. റിയൽ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം അങ്ങനെ ഒരു ക്യൂ ഒക്കെ നിന്നിട്ട് ഞാൻ കുറച്ച് തിങ്സ് അവിടെ നിന്ന് വാങ്ങി വണ്ടിയിലേക്ക് പോവുകയാണ്. ഈ സ്നോ കാണാൻ പോകുന്നത് ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പല്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു തന്നു നമുക്ക് ഇന്നങ്ങ് പോയാലോ. അങ്ങനെ അങ്ങോട്ട് കിട്ടിയ ജാക്കറ്റും ഇതൊക്കെ എടുത്തിട്ട് അങ്ങ് റെഡിയായി ഇറങ്ങിയതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്നോ കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടായിരുന്നു. ആൾക്കാരിങ്ങനെ സ്നോ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് സ്നോ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭയങ്കര ത്രില്ലിലാണെന്ന് വേണമെങ്കിൽ പറയാം. ക്ലൈമറ്റ് കുറച്ച് ക്ലൗഡിയാണ് ആൻഡ് നല്ല തണുപ്പുമുണ്ട്. ഓൺ ദ വേ നമുക്ക് ഒരുപാട് വിന്യാർഡ്സ് കാണാൻ പറ്റും. ഈ കാണുന്ന യെല്ലോ നിറത്തിലുള്ളതെല്ലാം ഗ്രേപ്പിൻ്റെ പ്ലാന്റുകളാണ്. ഇതെല്ലാം ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു ഇതിൻ്റെ, അതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫെല്ലാം യെല്ലോ കളറിലിരിക്കുന്നത്. ഇവിടെ വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഫാക്ടറീസും ഒക്കെ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈൻ ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പോകുന്ന റൂട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ കുറേ പശുക്കളെയൊക്കെ കാണാം. ഇവിടെ ഫാമൊക്കെ ഉണ്ട് ഒരുപാട്, മിൽക്ക് പ്രൊഡക്ഷൻ്റെ ഒക്കെ. അതുപോലെ ഷീപ്പ് ഉണ്ട് ഒരുപാട്. ഇതുപോലെ ഗ്രേസ് ലാൻഡ്സ് ഒരുപാടുണ്ട്. അപ്പം ഇങ്ങനെ കണ്ട് പോകാനായിട്ട് നല്ല ഭംഗിയാണ്. ആൻഡ് ലോങ് റോഡ്സുമാണ്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഇത് മോട്ടോർ ഹോം എന്നാണ് ഇതിന് പറയുന്നത്. ക്യാരാവൻ പോലത്തെ ഒരു സംഭവമാണ്. അത് ഒരാളുടെ വീടാണ് ആ പോകുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു ബോട്ടും ഉണ്ട്. അപ്പോൾ ഫിഷിങ്ങിനൊക്കെ പോകണമെങ്കിൽ അതും എടുത്തിട്ടായിരിക്കും അവിടെയുള്ളവർ പോകുന്നത്. ഇതിനകത്ത് അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ചിലപ്പോൾ കിച്ചൺ, ബെഡ്റൂം, ടോയ്ലറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല രസമല്ലേ. നല്ല തണുപ്പാണ് പുറത്ത്. ഇതുപോലെ ലീവ്സ് ഒക്കെ കണ്ടോ, ഓട്ടം ടൈമാണിപ്പം. അപ്പോൾ ലീവ്സ് ഗ്രീനും യെല്ലോയും റെഡും ഓറഞ്ചും ഒക്കെ ഷെയ്ഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആണ്. റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. ആൻഡ് നല്ല ക്ലൗഡിയാണ്. ഇടയ്ക്ക് മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ പെർഫെക്റ്റ് ക്ലൈമറ്റ് വേണമെങ്കിൽ പറയാം നമുക്ക് ഡ്രൈവൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സ്നോമാനെയൊക്കെ ഉണ്ടാക്കണമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ പോകുന്നത്. ആദ്യമായിട്ട് സ്നോ കാണാൻ പോവാണ് ലൈഫിൽ. വെരി മച്ച് എക്സൈറ്റഡ്. സ്ഥലത്ത് വന്നിട്ട് ഇവിടെ ഫുള്ള് സ്നോ സ്കേറ്റിങ്ങും ഒക്കെയുള്ള സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ വന്ന ടൈം തെറ്റിപ്പോയി. ലൈഫിൽ ഫസ്റ്റ് ടൈം സ്നോ കാണാൻ വന്നിട്ട് നമ്മൾ വന്ന ഒരു ടൈം കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ 3-4 ഡിഗ്രീസ് ആണ്. ഞാൻ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല. പെട്ടെന്ന് ഈ സ്നോ ഇവിടെ കിടക്കുന്ന കണ്ടപ്പം അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോന്നതാ. അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്നോ അവർ കൂട്ടിയിട്ടിട്ടുണ്ട്. നോർമലി ഇവിടെ ഫുൾ ഏരിയയിൽ സ്നോ ഉണ്ടാവാറുണ്ട്. ഞാൻ പോയി ജാക്കറ്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ തണുത്തപ്പോൾ ഇപ്പം എന്താ ശരിക്കും ഉണ്ടായേ,
ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നതാണ്. പക്ഷെ നിങ്ങൾ വീഡിയോ കണ്ട പോലെ തന്നെ ഇവിടെ സ്നോ ഒന്നും ഇല്ലായിരുന്നു. നല്ല മിസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. 3 ഡിഗ്രി ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ പോകുന്ന വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും 1 ഡിഗ്രിയും രാത്രി 0 ഡിഗ്രിയൊക്കെ വന്നിരുന്നു. പക്ഷെ ഇപ്പം സ്നോ നിലവിൽ പെയ്യുന്നില്ല. ഇവിടെ റിയൽ സ്നോ വരുന്ന സ്ഥലമാണ്. എന്നാലും ഞാൻ ഇപ്പം കണ്ട നിങ്ങളെ കാണിച്ചു തന്ന ഒരു സ്നോ കൂട്ടിയിട്ടേക്കുന്നില്ലേ, അത് ആർട്ടിഫിഷ്യൽ സ്നോയാണ്. ഇവിടെ സ്നോ ഉണ്ടാക്കുന്ന മെഷീനാണ് ആ താഴെ കാണുന്നതൊക്കെ. ഇവിടെ സ്നോയുടെ സീസൺ എന്ന് പറയുന്നത് ജൂൺ തൊട്ടാണ് തുടങ്ങുന്നത്. വെതർ ഓക്കെ ആണെങ്കിൽ ഇവിടെ നല്ല സ്നോഫാൾ ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പം നല്ല ചാറ്റൽ മഴയും മിസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ, മൈനസൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്നോഫാൾ ഉണ്ടാവാറുണ്ട്. അതിനൊപ്പം തന്നെ ഇവർ ആർട്ടിഫിഷ്യൽ സ്നോയും കൂടെ ക്രിയേറ്റ് ചെയ്തിടാറുണ്ട്. ഇന്ന് ഇപ്പോൾ ഒരു ഹോളിഡേ ആയിരുന്നു, അതുകൊണ്ട് ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ല. ഇതൊരു ഹോട്ടലും അങ്ങനെ റിസോർട്ടും എല്ലാം കൂടെ ഉള്ള ഒരു മിക്സപ്പ് ഏരിയ ആണ്. ബട്ട് എനിവേ, ആർട്ടിഫിഷ്യൽ സ്നോ എങ്കിൽ ആർട്ടിഫിഷ്യൽ സ്നോ ഐ വിൽ എൻജോയ്.